ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു അടിപൊളി തലശ്ശേരി സ്റ്റൈൽ ദം ബിരിയാണി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനാവശ്യമുള്ള ക്യാഷ്യൂനട്ട്, കിസ്മിസ്, സവോളയാണ് ആദ്യം വറുത്തെടുക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് ഓയിൽ വെച്ചു. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യും ചേർത്തു. അതിനുശേഷം ഞാൻ ആദ്യം വറുത്തെടുത്തത് നമ്മുടെ ക്യാഷ്യൂനട്ടാണ്. പിന്നീട് നമ്മുടെ കിസ്മിസ് വറുത്തെടുത്തു. പക്ഷേ ക്യാഷ്യൂനട്ടിന് കിസ്മിസിന് ഞാൻ ഇച്ചിരി കൂടുതലാണ് വറുത്തത്. ഇത്ര ആവശ്യമില്ല. കാരണം ഇത് വറുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലെ മക്കൾ ഓരോരുത്തരായിട്ട് ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ വറുത്തത്. പിന്നെ ഞാൻ ആ ഓയിലിലേക്ക് നമ്മുടെ സവോളയാണ് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു 6 സവോളയോളം ആണ് എടുത്തത്. 6 മീഡിയം സൈസ് സവോളയാണ്. അത് ഞാൻ ആദ്യം ഒന്ന് സെപ്പറേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ 2 ബാച്ചായിട്ടാണ് ഞാനിത് വറുത്തെടുത്തത്. അതിനുശേഷം ഞാൻ ആ സവോളയും ക്യാഷ്യൂനട്ടും കിസ്മിസും കൂടെ ഒന്ന് യോജിപ്പിച്ച് വെച്ചു. ഇനി അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ചിക്കൻ ആവശ്യമുള്ള സവോളയൊക്കെ വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ഉരുളിയാണ് വെച്ചത്, ചെറിയൊരു ഉരുളിയാണ്. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു. പിന്നെ ഒരു 6 സവോളയോളം ഞാൻ സ്ക്വയർ കട്ടായിട്ട് മുറിച്ചെടുത്തതാണ് ഞാനിവിടെ വഴറ്റുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിൻ്റെ ഒരു പേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു വലിയ തുടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 6 പച്ചമുളകും കൂടിയാണ് ഞാൻ ക്രഷ് ചെയ്തത്. ആദ്യം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ക്രഷ് ചെയ്തു. അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് ക്രഷ് ചെയ്തു. ഇതിനൊപ്പം നമ്മൾ ഇടേണ്ട ഒരു സംഭവമുണ്ട്. നമ്മുടെ 1 ടീസ്പൂണോളം ഒരു പെരിഞ്ജീരകമാണ്, അതും കൂടെ ക്രഷ് ചെയ്ത് ചേർക്കണം. പക്ഷേ ഞാനത് പിന്നീട് സെപ്പറേറ്റ് ചെയ്താണ് ചേർത്തത്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ഉള്ളി വഴന്നായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്തു. അതിലേക്ക് ആവശ്യത്തിന് ഞാൻ പെരിഞ്ജീരകം ചേർക്കാൻ മറന്നു പോയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ ഞാൻ ചേർത്തത് നമ്മുടെ 2 ടൊമാറ്റോ കട്ട് ചെയ്തതാണ്. ഇനി അതിലേക്ക് ആവശ്യമുള്ളത് നമ്മുടെ പുതിനച്ചപ്പിൻ്റെ ഇല മാത്രമാണ്. അത് ഞാൻ 1 പിടിയോളം നല്ലവണ്ണം കഴുകി വാരിയെടുത്ത് അതിലേക്ക് ചേർത്തു. വഴന്നായി. ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്തു. പിന്നെ ഇതിലേക്ക് മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ മിച്ചം നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചില്ലി പൗഡർ, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും സംഭവം ചേർത്ത് നല്ലോണം വഴറ്റിയായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തു. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലേക്ക് ചേർത്ത് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നിടം വരെ അതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. നല്ലോണം ഒന്ന് യോജിപ്പിച്ച് മൂടി വെക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുമ്പം കുറച്ച് സമയം കഴിയുമ്പം ചിക്കനിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി ആ വെള്ളം ഇറങ്ങിയത് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് 1 ഗ്ലാസോളം ചൂടുവെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. അപ്പോൾ ചിക്കൻ ആവശ്യമുള്ള വെള്ളമായി. ഇനി നമ്മൾ ഈ സമയത്ത് ഞാൻ ചെയ്തൊരു പണി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ അരി ഒന്ന് 1/2 മണിക്കൂർ കുതിർക്കാനിടണമായിരുന്നു. അപ്പോൾ ഞാൻ 1 കിലോ അരിയാണ് ഞാനത് കപ്പിൽ അളന്നെടുത്തു. എന്നിട്ട് അതിന് ശേഷം 1 കിലോ അരി ഞാനൊരു 1/2 മണിക്കൂർ കുതിർക്കാൻ വിട്ട് അതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്തെടുത്തു നല്ലവണ്ണം. അതിനുശേഷം ഞാൻ അരി വേവിക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു ചെരുവും വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്തു. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്തത്, ഡാൽഡ ചേർത്തിട്ടില്ല. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ഏലക്ക, ജാതിപത്രി, കറുവാപ്പട്ട, നമ്മുടെ ഗ്രാമ്പു, വാലുമുളക്, ഇത്രയും സാധനം എടുത്തത്. അതിനകത്ത് ഏലക്ക ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എത്രയാണ് നമ്പറെന്ന് എഴുതിയേക്കാം. പിന്നീട് 1 കിലോ അരിക്കാണ് ഞാൻ എടുത്തത്. ആ 1 കിലോ അരിയിൽ ഞാൻ കപ്പ് വെച്ച് അളന്നെടുത്തിരുന്നു. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ ആ വെള്ളം ഞാൻ ചേർത്തു. അതിലേക്ക് ഉപ്പും ഒരു വലിയ നാരങ്ങ പിഴിഞ്ഞതും ചേർത്തു. ഉപ്പ് നമ്മുടെ ബാലൻസ് ആക്കി. പിന്നെ നമ്മുടെ അരി അതിലേക്ക് ചേർത്തു. വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോഴാണ് അരി ചേർത്തത്. അരി വെള്ളം പറ്റാറായി കഴിഞ്ഞപ്പം ഞാനത് നമ്മുടെ അടുപ്പത്ത് ഓൾറെഡി തീയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ലോണം നല്ല ചൂട് കനലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ ചെറുപ്പത്തിനടിയിൽ ഇനി തീ കൊടുത്തിട്ടുണ്ട് നമ്മുടെ അരി വല്ലാണ്ട് കരിഞ്ഞു പോകുന്നൊരവസ്ഥ വരും. ചോറ് നല്ലോണം കരിഞ്ഞു പോകും. അല്ലെങ്കിൽ നമ്മളത് മൂടി കുറച്ച് നേരം അവിടെ എടുത്തു വെച്ചാലും മതി. എന്നിട്ട് നമ്മുടെ അരി പകുതി വേവയായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാനിങ്ങനെ നമ്മുടെ ചാരവും ഇട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അരി നല്ല സൂപ്പറായി വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് റോസ്റ്റഡ് സവോള ചേർത്തു. അതിനുശേഷം അതിൻ്റെ മേലേക്ക് ലെയർ ലൈഡായിട്ട് നമ്മുടെ ചോറ്, പിന്നെ ആ ചോറിനിടയ്ക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, ക്യാഷ്യൂനട്ട്, കിസ്മിസ് അതും ചേർത്തു. പിന്നെ കുറച്ച് ക്യാരറ്റ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, ക്യാരറ്റ്. പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും പുതിനച്ചപ്പും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് ലെയറായിട്ട് ഞാൻ ആ പാത്രത്തിൽ വെച്ചു. എനിക്ക് 2 ലെയറായിട്ട് ഇടാനുള്ള ചോറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാരണം ഇത് 1 കിലോ അരിയുടെ ചോറായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് ഏറ്റവും മുകളിൽ ഞാൻ ഇത് പറഞ്ഞ പോലെ നേരത്തെ ഇട്ടതുപോലെ തന്നെ സവോളയും കിസ്മിസും അതുപോലെ തന്നെ ക്യാഷ്യൂനട്ടും പിന്നെ അതുപോലെ ക്യാരറ്റ്, പുതിനയില, നമ്മുടെ മല്ലിച്ചപ്പ്, ഇത്രയും സംഭവം ഇട്ട് ഒന്നും കൂടെ മൂടി വെച്ച് ചെറിയ തീ അടിയിൽ കൊടുത്തു കുറച്ച് നേരം കൂടി.
അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള പിന്നെ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉള്ളി അരിഞ്ഞ് നല്ല ഉള്ളിയുടെ ഒരു കുത്തു ചുവ മാറാൻ വേണ്ടി നമുക്കൊന്ന് കഴുകി വാരി എടുക്കുകയാണ് നല്ലോണം. കഴുകി വാരിയിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുത്തു. അതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർത്തു. പിന്നെ നമുക്കൊരു ചെറിയ കക്കിരിക്കയും കൂടെ അതിനകത്ത് അരിഞ്ഞ് ചേർത്തു. പിന്നീട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ ആവശ്യത്തിന് തൈരും ചേർത്ത് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ റെഡിയായി. ഇനി നമുക്ക് ചോറ് വിളമ്പിയെടുക്കാം. അപ്പോൾ അടി കൂട്ടി വിളമ്പിയെടുക്കണം. കാരണം നമ്മൾ ഏറ്റവും അടിയിലാണ് നമ്മുടെ ചിക്കൻ കിടക്കുന്നത്. ഞാനിത് ഉരുളി ആയതുകൊണ്ട് പരന്നിരിക്കുന്നതുകൊണ്ട് കോരിയെടുക്കാൻ എളുപ്പമുണ്ട് നമുക്ക്. എന്നിട്ട് ഇതിപ്പം ചോറ് കോരിയെടുക്കുമ്പം ചോറിലേക്ക് നമ്മുടെ മസാല എല്ലാം കൂടെ മിക്സായി നല്ല അടിപൊളി ടേസ്റ്റും നല്ല അടിപൊളി മണവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി നല്ല സാലഡൊക്കെ കൂട്ടി കഴിക്കാം. നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.